ഹലോ മകൾസ്, നാളെ നിങ്ങളുടെ മോഡൽ എക്സാമിലേക്കും എന്നല്ല ഇനി വരുന്ന പബ്ലിക് എക്സാമിലേക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രൂപത്തിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ചധികം ടോപ്പിക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സെറ്റ് ചെയ്യുന്നത്. അതായത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ചധികം ടോപ്പിക്കുകൾ, അത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മാസ്റ്ററായിട്ട് കണ്ടോളൂ, നിങ്ങൾക്ക് ഒരിക്കലും ഈ സമയം നഷ്ടമാവില്ല. എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ചധികം ടോപ്പിക്കുകൾ പഠിക്കുന്നു, അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന രൂപത്തിൽ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പോകുന്നു ചാപ്റ്ററുകളിലേക്ക്, അതിലെ ക്വസ്റ്റ്യനുകളിലേക്ക് വേഗം പോകുന്നു. ഇവിടെ നിങ്ങളുടെ മുന്നിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. ആ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെയിം 4 ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം 4 ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 4 ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, അത് ആ പേരുകൾ വെച്ച് തന്നെ പഠിച്ചോണം. ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് എഴുതണം. എങ്ങനെ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് പോയിന്റ്, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് പറയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്തുമ്പോൾ അയ്യോ അത് പ്രശ്നമാണല്ലോ എന്ന് പറയരുത്. അതിനുവേണ്ടി നിങ്ങൾ കറക്റ്റ് സെറ്റായിട്ട് പഠിച്ചു വെച്ചോണം. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഹാപ്പൻസ് ടു ദി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെൻ എഥനോയിക് ആസിഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ബെൻസീൻ? മക്കൾ ഓർത്ത് വെച്ചോ, എഥനോയിക് ആസിഡിനെ നിങ്ങൾ ബെൻസീനിലേക്ക് ചേർക്കുമ്പോൾ ഈ എഥനോയിക് ആസിഡ് ഡൈമറൈസ് ചെയ്യും, അഥവാ അസോസിയേറ്റ് ചെയ്യും. അഥവാ ഒരു എഥനോയിക് ആസിഡ് മറ്റൊരു എഥനോയിക് ആസിഡുമായിട്ട് എന്ത് ചെയ്യും? അസോസിയേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 എഥനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ടാൽ അത് 1 ആകും. അപ്പോൾ നിങ്ങൾ 100 എഥനോയിക് ആസിഡ് നിങ്ങൾ ബെൻസീനിലേക്ക് ഇട്ടാൽ അത് 50 എണ്ണാവും. അഥവാ എഥനോയിക് ആസിഡ് ബെൻസീനിൽ അസോസിയേറ്റ് ചെയ്യും. അസോസിയേറ്റ് ചെയ്യുമ്പം നിങ്ങൾ എത്ര എണ്ണമാണോ ചേർത്തത് അതിൻ്റെ പകുതി എണ്ണമാകും. 100 എണ്ണം ചേർത്ത് കഴിഞ്ഞാൽ ബെൻസീനിൽ അത് ഡൈമറൈസ് ചെയ്ത് 50 എണ്ണമാവും. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയുമ്പം എൻ്റെ മക്കൾക്കറിയാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കുറയും. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ട പോയിന്റ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനോട് പ്രൊപ്പോർഷണലാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മാറിയാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മാറും. അതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചേക്കേണ്ട മറ്റൊരു പോയിന്റാണ് വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയുന്നു, അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയുന്നു, അപ്പോൾ മോളാർ മാസ് കൂടുന്നു. അത് മോളാർ മാസിനെ കുറിച്ച് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ഒന്ന് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഗീവ് റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയേണ്ടത്? എഥനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ചേർക്കുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയും, അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും, മോളാർ മാസ് കൂടും. അതുപോലെ എഴുതേണ്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് എന്ത് സംഭവിക്കുന്നു എന്നല്ലേ ക്വസ്റ്റ്യൻ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേടാ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ദ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടൻസ് വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് വീക്ക് ആൻഡ് സ്ട്രോങ് ആസിഡ്. അപ്പം വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയും 2 ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചോദ്യം. എക്സ്പ്ലെയിൻ ദ ഡി/ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. അത് വെരി സിമ്പിൾ ഇക്വേഷൻ ആണ്. ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾക്കുള്ള ഇക്വേഷനാണ് ഈ ഡി/ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. അത് ഈ ഗ്രാഫിൽ നിന്നുണ്ടാക്കുന്ന ഇക്വേഷനാണ്. വീക്ക് ഇലക്ട്രോലൈറ്റിന് അങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ല. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനാണ് നമുക്ക് ഇക്വേഷൻ ഉണ്ടാവുക. കാരണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈനാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫ് കിട്ടാൻ നിങ്ങൾക്കറിയാം സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ y=mx+c ആണ്. സോ y ആക്സിസിൽ ആരാണ്? λm. x ആക്സിസിൽ ആരാ? √c. അതിൻ്റെ സ്ലോപ്പ് ആരാ? സ്ലോപ്പ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സ്ലോപ്പ് ആയിരിക്കും. അത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് -a എന്ന് കൊടുക്കും. -a സ്ലോപ്പ് കിട്ടി. പിന്നെ y=mx+c ഇൻ്റർസെപ്റ്റ് ആരാ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് ചെന്ന് തട്ടുന്നത് λ0m. അപ്പോൾ y=mx+c എന്നുള്ള ഫോമിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടും λm ഇനി എന്താ നമുക്ക് വേണ്ടത്? mx+c. m ആരാ അവിടെ? -a. അപ്പോൾ λm -a. x ആരാ? √c. x ആക്സിൽ √c പ്ലസ് λ0m. അഥവാ ഒന്ന് സെറ്റാക്കി എഴുതുകയാണെങ്കിൽ λ0m -a√c. ഇതാണ് ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡി/ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. λm=λ0m -a√c. മറക്കരുത് കേട്ടോ. ഓക്കെ, അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇക്വേഷൻ ആണ്. വാട്ട് ഈസ് മോളാർ കണ്ടക്റ്റൻസ്? വെരി സിമ്പിൾ. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി. ഒരു ഇലക്ട്രോലൈറ്റിന് കറൻറ്റിനെ കടത്തിവിടാനുള്ള കഴിവാണ് കണ്ടക്ടിവിറ്റി. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മോളാർ സൊല്യൂഷനിലൂടെ കറൻറ്റിനെ കടത്തിവിടാനുള്ള കഴിവ്. സോ ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് 1 മോളാർ ഇലക്ട്രോലൈറ്റ്. ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി ത്രൂ 1 മോളാർ ഇലക്ട്രോലൈറ്റ്. അത് തന്നെ വേറെ രൂപത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. എനിവേ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി ത്രൂ 1 മോളാർ ഇലക്ട്രോലൈറ്റ്.
റെഡി. അപ്പോൾ 1 മോളാർ, ആ 1 മോളാർ ഇത് വരണം എന്നുള്ളതുകൊണ്ടാണ് മോളാർ കണ്ടക്റ്റൻസ് അഥവാ മോളാർ കണ്ടക്ടിവിറ്റി. നെക്സ്റ്റ് ഭാഗം നോക്കിക്കേ, മോളാർ കണ്ടക്റ്റൻസ് ഓഫ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ ഓഫ് NH4OH. NH4OH എന്ന് പറയുന്ന വീക്ക് ആളാണ്. ഈ വീക്കിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹായത്തിന് NaCl തന്നിട്ടുണ്ട്, NaOH തന്നിട്ടുണ്ട്, NH4Cl. ഈ മൂന്നാളുകളുടെയും വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. ആ വാല്യൂ ഉപയോഗിച്ചിട്ട് ഈ വീക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. വെരി സിമ്പിൾ. വീക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ NH4OHലെ NH4ൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയണം. അതിനുവേണ്ടി ഈ തന്നതിൽ NH4OH എവിടെയുള്ളത് നോക്കുക, NH4Cl ഇവിടെ ഉണ്ട്. അപ്പോൾ NH4ൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ NH4Clൻ്റെ വാല്യൂ എടുത്തെഴുതും. NH4Clൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 129.8, അതെടുത്തെഴുതും. ഇനി അതിലേക്ക് നമുക്ക് OH കൂടെ വരണം. OH ഉള്ള ആൾ ഇതാ NaOH. അപ്പോൾ NaOHൻ്റെ വാല്യൂ ഇതാ 248.1, അതും എഴുതും. അത് തമ്മിൽ കൂട്ടും. ഏതൊക്കെ? NH4Clൻ്റെ വാല്യൂവും NaOH വാല്യൂവും കൂട്ടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? NH4ൻ്റെ വാല്യൂവും OHൻ്റെ വാല്യൂവും കൂട്ടുന്നതിന് തുല്യമാവും. സ്വാഭാവികമായിട്ടും അതിൽ എക്സ്ട്രാ Naയും Cl ഉണ്ട്, അത് അവിടുന്ന് ഒഴിവാക്കണം, മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യനിൽ തന്ന NaClൻ്റെ വാല്യൂ അതിൽ നിന്ന് മൈനസ് ചെയ്യും. അഥവാ NH4Clൻ്റെ വാല്യൂവും NaOHൻ്റെ വാല്യൂവും കൂടെ ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് NaClൻ്റെ വാല്യൂ മൈനസ് ചെയ്യുന്നു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇങ്ങനെ ചെയ്ത ഈ പോയിൻ്റാണ് കൊളറാഷസ് ലോ. ഇപ്പം നമ്മൾ ചെയ്ത ഈ മെത്തേഡ് എന്താണ്? കൊളറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. കൊളറാഷസ് ലോ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. സോ ഇത് കൊളറാഷസ് ലോൻ്റെ അപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്തത്? NH4Clൻ്റെ വാല്യൂവും NaOH വാല്യൂവും കൂട്ടി, അതിൽ നിന്ന് NaClൻ്റെ വാല്യൂ കുറച്ചു. അപ്പോൾ നിങ്ങൾക്ക് 251.5 എന്ന് കിട്ടി. റെഡി. ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഇതേ ക്വസ്റ്റ്യൻ വരും എന്നതല്ല, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്തോണം. റെഡി. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, ദ ഓർഡർ ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി 0 ആൻഡ് ഈവൻ എ ഫ്രാക്ഷൻ ബട്ട് മോളിക്കുലാരിറ്റി കാനോട്ട് ബി 0 ഓർ എ നോൺ ഇൻറ്റിജർ. ഒരു ഓർഡറും മോളിക്കുലാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു സെൻറ്റൻസ് പറഞ്ഞു. എന്നിട്ട് പറയാണ്, വാട്ട് യു മീൻ ബൈ ദി ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഒരു ഓർഡർ, റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താടാ? നമ്മൾ റേറ്റ് ലോ എഴുതുമ്പോൾ നമുക്ക് റേറ്റ് ഈക്വൽ ടു R ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു Y. റിയാക്റ്റൻറ്റുകളുടെ ടേമിൽ 2 പവർ വരും. ഈ 2 പവർ ടേമുകൾ ആഡ് ചെയ്താൽ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ലോ, ഓർഡർ. ഈ 2 പവർ ടേമുകളുടെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ. പവർ ടേം ഏതൊക്കെ? എക്സും വൈയും. ആ 2 പവർ ടേമുകളുടെ സമ്മാണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റേറ്റ് ഇക്വേഷനിൽ റിയാക്റ്റൻറ്റുകളുടെ പവർ ടേമുകളുടെ സമ്മ്, അതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കേടാ. സോ ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഇസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ്. റെഡി. ദെൻ മക്കളെ, വാട്ട് ഈസ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ? ഒരു റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു റിയാക്ഷനിൽ പങ്കെടുക്കാൻ കുറച്ച് റിയാക്റ്റൻസ് ഉണ്ടാവില്ലേ, ആ റിയാക്റ്റൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്നു. ആ കൊളൈഡ് ചെയ്യുന്ന റിയാക്റ്റൻറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് റിയാക്റ്റൻറ്റ് സ്പീഷീസ് കൊളൈഡിങ് സൈമൾട്ടേനിയസ്ലി. സോ എന്താണ് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു റിയാക്ഷനിൽ പങ്കെടുത്ത റിയാക്റ്റൻറ്റുകളുടെ കൊളീഷൻ, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കൊളീഷനുകളുടെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റിംഗ് സ്പീഷീസ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, സെറ്റ്. ദെൻ ദ കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ് A to B ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. B ആവുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നു. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ മക്കളെ. ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് A ഈസ് ഇൻക്രീസ്ഡ് ടു 3 times, ഹൗ വിൽ അഫക്ട് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് B? നിങ്ങൾ ഈ Aയുടെ അളവ് 3 times ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ അത് Bയുടെ ഫോർമേഷനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും? നോക്കിക്കോ മക്കളെ, വെരി സിമ്പിൾ. ആദ്യം നമുക്ക് ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതണം. റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു 2 എന്ന് കൊടുക്കും. കാരണം 2 എന്ന് കൊടുക്കാൻ കാരണം സെക്കൻഡ് ഓർഡറാണ്. ഇനി ഞാൻ അടുത്ത ടേമിൽ എന്ത് ചെയ്യുന്നറിയോ? ഇതിനെ എത്ര ടൈംസ് ആയിട്ടാണ് ഞാൻ ഇൻക്രീസ് ചെയ്യുന്നത്? Aയുടെ കോൺസെൻട്രേഷൻ 3 times ആയിട്ട്. അപ്പോൾ Aക്ക് പകരം ഇനി ഞാനിവിടെ എടുക്കേണ്ടത് 3A ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് A എന്നുള്ളത് 3A ആയിട്ട് മാറും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ 3Aയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ മക്കളെ 3Aയുടെ സ്ക്വയർ വരും. കാരണം Aയുടെ സ്ക്വയർ 3Aയുടെ സ്ക്വയർ, കാരണം കോൺസെൻട്രേഷൻ 3 times ഇൻക്രീസ് ചെയ്തു. അങ്ങനെ 3 times ഇൻക്രീസ് ചെയ്യുമ്പോൾ എനിക്ക് 9A² എന്ന് കിട്ടും. സോ R ഈക്വൽ ടു, അല്ലെങ്കിൽ പുതിയ R ഡാഷ് ഈക്വൽ ടു K ഇൻറ്റു 9A² എന്ന് കിട്ടും. അതിൽ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ Kയും A² എന്ത് തന്നെയാണ്? Kയും A² ഇത് തന്നെയല്ലേടാ? Kയും A² എന്ന് പറഞ്ഞാൽ അത് Rൻ്റെ വാല്യൂ ആണ്. അപ്പോൾ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A² എന്ന് പറയുന്ന ആരുടെ വാല്യൂ തന്നെയാണ്? Rൻ്റെ വാല്യൂ തന്നെയാണ്. അപ്പോൾ എനിക്ക് R ഡാഷ് ഈക്വൽ ടു 9 ഇൻറ്റു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A² എന്ന് പറഞ്ഞാൽ R ആണ്. അപ്പോൾ 9R. അഥവാ നിങ്ങളുടെ നിങ്ങളുടെ റിയാക്ഷൻ്റെ റേറ്റിനെ 9 times മൾട്ടിപ്ലൈ ചെയ്താലാണ് നിങ്ങൾക്ക് പുതിയ റേറ്റ് കിട്ടുക. എപ്പം? Aയുടെ കോൺസെൻട്രേഷൻ 3 times ഇൻക്രീസ് ചെയ്യുമ്പോൾ. അപ്പോൾ Aയുടെ കോൺസെൻട്രേഷൻ 3 times ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോർമേഷൻ ഓഫ് B
ഫോർമേഷൻ ഓഫ് ബിയുടെ റേറ്റ് എത്ര കൂടും? 9 ടൈംസ് കൂടും. റെഡി മക്കളെ? അതാണ് സിമ്പിളായിട്ട് ഈ ക്വസ്റ്റിലൂടെ പറഞ്ഞത്. സോ R1 = 9 × R. എത്രയാണോ നിങ്ങളുടെ റേറ്റ് അതിൻ്റെ 9 ടൈംസ്. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ബി ഈസ് ഇൻക്രീസ്ഡ് ബൈ 9 ടൈംസ്. കാരണം എന്താ? സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് 3 ഇൻറ്റു ചെയ്യുമ്പോൾ 3 സ്ക്വയർ ആകും, 9 ആകും. റെഡി മക്കൾസ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് is a violet crystal. What are the products obtained on strong heating of KMnO4 crystals? Write the balanced chemical equation. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അതായത് KMnO4 ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മക്കൾ ഓർത്ത് വെച്ചോ, അത് എപ്പോഴും ഓർത്ത് വെക്കേണ്ട റിയാക്ഷനാണ്. KMnO4 ഹീറ്റ് ചെയ്യുന്ന സമയത്ത് മക്കൾസ് അത് K2MnO4ഉം MnO2 ആയിട്ടുള്ള 2 പ്രോഡക്റ്റ് കിട്ടും. പിന്നെ എക്സ്ട്രാ ഓക്സിജനും കിട്ടും. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നിങ്ങൾ ഹീറ്റ് ചെയ്യുമ്പോൾ, ഇത് ഇങ്ങനെ തന്നെ പഠിച്ചോ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന KMnO4 നിങ്ങൾ ഹീറ്റ് ചെയ്യുമ്പം, പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും അതിൻ്റെ കൂടെ ഓക്സിജനും കിട്ടും. ആ റിയാക്ഷനാണിത്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നിങ്ങൾ ഹീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പൊട്ടാസ്യം മാംഗനേറ്റ് K2MnO4ഉം MnO2ഉം ഓക്സിജനും കിട്ടും. ഓർത്ത് വെച്ചോ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ അതിൻ്റെ ചാർജ് +7 ആണ് മാംഗനീസിൻ്റെ. പൊട്ടാസ്യം മാംഗനേറ്റിൽ മാംഗനീസിൻ്റെ ചാർജ് +6 ആണ്. MnO2ൽ മാംഗനീസിൻ്റെ ചാർജ് +4 ആണ്. അപ്പോൾ ഒരാൾക്ക് വ്യത്യസ്ത ഓക്സിഡേഷൻ നമ്പറുകൾ കിട്ടുന്ന റിയാക്ഷനും കൂടിയാണിത്. അഥവാ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്തപ്പം +6 ഉള്ള പൊട്ടാസ്യം മാംഗനേറ്റും +4 ഉള്ള MnO2ഉം കിട്ടുന്നു. മറന്നു പോകരുതേ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനും കൂടിയാണിത്. ദെൻ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ NO2- ആൻഡ് ONO- കോൺസ്റ്റിറ്റ്യൂട്ട് ആംബിഡെൻറ്റൈൽ ലിഗാൻഡ്സ്. ഗിവ് അനദർ സെറ്റ് ഓഫ് ആംബിഡെൻറ്റൈൽ ലിഗാൻഡ്സ്. വെരി സിമ്പിൾ. NO2 ONO- ആണ് ഒരു സെറ്റ്. മറ്റൊരു സെറ്റാണ് CN- NC-. മറക്കല്ലേ? ഒരു സെറ്റ് CN- NC-. മറ്റൊരു സെറ്റ് ഏതാണ്? മറ്റൊരു സെറ്റ് SCN- NCS-. റെഡി? ദെൻ EDTA4- ഈസ് എ ചീലേറ്റിംഗ് ലിഗാൻഡ്. Give 2 other examples. EDTA2- ഈസ് എ ചീലേറ്റിംഗ് ലിഗാൻഡ്. ഗിവ് 2 other examples. 2 other examples തരാനാണ് പറഞ്ഞത്. വെരി സിമ്പിൾ. നോക്കിക്കോ. അതായത് ഇത്രയേ ഉള്ളൂ. ചീലേറ്റിംഗ് ലിഗാൻസിൻ്റെ ഒരു പ്രത്യേകത, ഇത് യൂണിഡെൻഡേറ്റ് ആവില്ല, ബൈഡെൻഡേറ്റ് ആയിരിക്കും. അപ്പോൾ ചീലേറ്റിംഗ് ലിഗാൻഡ് തരാൻ കഴിയുന്നത് ആർക്കാണ്? ബൈഡെൻഡേറ്റിനാണ്. ബൈഡെൻഡേറ്റിന് സാറ് ഏതൊക്കെ എക്സാമ്പിൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? EN ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡാണ് സാറ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇല്ലേ? C2O4 2- ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡാന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇല്ലേ? പിന്നെ EDTA4- ഒരു പോളിഡെൻഡേറ്റ് ലിഗാൻഡാന്ന് പഠിപ്പിച്ചത്. അപ്പം ചീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ബൈഡെൻഡേറ്റോ പോളിഡെൻഡേറ്റോ ആയിരിക്കും, ഒരിക്കലും യൂണിഡെൻഡേറ്റ് ആവില്ല. അപ്പോൾ ആകെ യൂണിഡെൻഡേറ്റ് അല്ലാത്ത ലിഗാൻഡുകൾ നിങ്ങളോട് 3 എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങളുടെ ടെക്സ്റ്റുകൾ പഠിക്കണം എന്നാണ് സാറ് പറഞ്ഞത്. ബൈഡെൻഡേറ്റിന് 2, EN-ഉം C2O4 2-. ഈ പോളിഡെൻഡേറ്റിന് EDTA4-. അതാണ് ഇവിടെ ഉള്ളത്. റെഡി? ദെൻ ഗിവ് ദ ഡെൻസിറ്റി ഓഫ് NO2- ആൻഡ് NH3. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ യൂണിഡെൻഡേറ്റ് ആണോ, ബൈഡെൻഡേറ്റ് ആണോ, പോളിഡെൻഡേറ്റ് ആണോ എന്ന് പറഞ്ഞാൽ എത്ര ഡോണർ ആറ്റംസ് ഉണ്ട്. നിങ്ങൾക്കറിയാം NO2- NH3. വെരി സിമ്പിൾ. ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. ഡെൻസിറ്റി ചോദിച്ചാൽ EN-ഉം C2O4-. EN-ഉം C2O4 2-. ഇത് C2O4 2-. ഇത് രണ്ടുമാണ് ബൈഡെൻഡേറ്റ്. അപ്പോൾ അവരുടെ ഡെൻസിറ്റി 2 ആയിരിക്കും. ബൈഡെൻഡേറ്റ് 2. 2 ഡോണർ ആറ്റം. EDTA4- ഒരു പോളിഡെൻഡേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഹെക്സാഡെൻഡേറ്റ്. 6 ഡോണർ ആറ്റംസ് ഉണ്ട്. അപ്പോൾ EDTA4- ഡെൻസിറ്റി 6 ആണ്. ബാക്കി എല്ലാത്തിൻ്റെയും ഡെൻസിറ്റി 1 ആണ്. ഈ 3 അല്ലാത്ത EN-ഉം EDTA4- C2O4 2- അല്ലാത്ത ബാക്കി എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാത്തിൻ്റെയും 1 ആണ് ഡെൻസിറ്റി. എന്ന് പറഞ്ഞാൽ ഡോണർ ആറ്റം 1 ആണ്. സോ നിങ്ങൾക്ക് EN ചോദിച്ചാൽ 2 എഴുതാം. C2O4 2- ഓക്സലേറ്റ് ആയോന്ന് ചോദിച്ചാൽ 2 എഴുതാം. EDTA4- ചോദിച്ചാൽ 6 എഴുതാം. ഡെൻസിറ്റി പറഞ്ഞാൽ ഡോണർ ആറ്റങ്ങളുടെ എണ്ണം. ഇവിടെ ചോദിച്ചത് 3 അല്ല, NO2- NH3. ഇവരുടെ 2 പേരുടെയും ഡെൻസിറ്റി 1 ആണ്. ഓക്കെ, റെഡി? സെറ്റ് മക്കളെ. അപ്പം നമ്മൾ ആദ്യത്തെ പാർട്ട് 1 5 ചാപ്റ്ററിലുള്ള പ്രധാനമായിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ആ കോൺസെപ്റ്റിലേക്കും ഇറങ്ങി ചെന്നിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.